കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഒട്ടേറെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള മഹാത്മാവാണ് അയ്യങ്കാളി. കേരള ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത നാമധേയം. അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഒരു സമഗ്ര പരിവർത്തനത്തിന് നെടുനായകത്വം വഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. എല്ലാ നിലകളിലും അയ്യങ്കാളി ബഹുമാന്യനാണ്, സമാദരണീയനാണ്. ഈ കേരളത്തിൽ ജാതി വിദ്വേഷവും അയിത്തവും അനാചാരവും ഉച്ചനീചത്വങ്ങളുമെല്ലാം കൊടികുത്തി വാണിരുന്നൊരു കാലത്ത് അധസ്ഥിത ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സാമൂഹ്യ തിന്മകൾക്കും സാമൂഹ്യ വിപത്തുകൾക്കും അസമത്വങ്ങൾക്കൊക്കെ എതിരെ പടനയിച്ചു അദ്ദേഹം. അത് കേവലം പ്രസംഗത്തിലൂടെ മാത്രമായിരുന്നില്ല. കർമ്മരംഗത്തേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച് ജനങ്ങളുടെ മുഴുവൻ അതിന് തയ്യാറാക്കി എന്നുള്ളതാണ്. പാടശേഖരങ്ങളിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള വേതനം ലഭിക്കാൻ പണിമുടക്ക് ഉൾപ്പെടെയുള്ള പരിപാടികൾ അദ്ദേഹം നടത്തി. ആദ്യമായി തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇത്തരത്തിൽ ഒരു വലിയ മുന്നേറ്റം നടത്തുന്നത് ശ്രീ അയ്യങ്കാളി തന്നെയാണ്. അതുപോലെ റോഡിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം അത് നേടിയെടുക്കാൻ വില്ലുവണ്ടി യാത്ര നടത്തി. അങ്ങനെ ഏത് മേഖലകളിലും ഇവിടുത്തെ അയിത്തത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ടേക്ക് നീങ്ങിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വിശാലമായൊരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. പെരുന്നാട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന ആഭരണം ധരിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ കല്ലുമാലകൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് മറ്റുള്ള എല്ലാവരും ധരിക്കുന്നത് പോലെ തങ്ങൾക്കും ആഭരണം ധരിക്കാനുള്ള അവകാശം ഉണ്ടാവണം എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് കൊല്ലം നഗരത്തിൽ ഉള്ള റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മൈതാനത്ത് സംഘടിപ്പിച്ച ഒരു യോഗമുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുത്തത്. അതിലെല്ലാ വിഭാഗം ആളുകളുടെയും നേതാക്കൾ പങ്കെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എത്ര വിശാലമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. അന്ന് കല്ലുമാലകൾ മുഴുവൻ പൊട്ടിച്ച് വേദിക്കടുത്ത് അത് മുഴുവൻ കുന്നുകൂട്ടിയിട്ട് ഒരു വലിയ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. സാമൂഹ്യ സമത്വത്തിൻ്റെ ഉദാത്തമായ ലക്ഷ്യം നിർവഹിക്കാൻ എല്ലാ ജീവിത ധാർമ്മിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ മഹാത്മാ അയ്യങ്കാളി പോരാട്ടങ്ങൾ നടത്തിയത്. ആ മഹാത്മാവിൻ്റെ ധന്യസ്മരണയ്ക്ക് മുന്നിൽ അനന്തകോടി നമസ്കാരം, പ്രണാമം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.